നാട്ടിലെല്ലാരും ഗ്യാസില്ലാണ്ട് കഷ്ടപ്പെടുന്നു. ഗ്യാസില്ലെങ്കിൽ കൂടുതൽ വിറക് ഉപയോഗിക്കും. അപ്പൊ മരം വേണ്ടേ? വിശയുകളെ, മരം നട്ട് പ്രകൃതിയെ സംരക്ഷിക്കാൻ പോവുകയാണ് ഞാൻ. എന്റെ കൂടെ മരം നടാൻ വരുന്നത് ആര്? ഞാൻ. എന്റെ കൂടെ മരത്തിന് വെള്ളമൊഴിക്കാൻ വരുന്നവരാര്? ഞാൻ. എന്റെ കൂടെ മരത്തിലെ കായ് പറിച്ച് തിന്നാൻ വരുന്നവരാര്? ഞാൻ. തലമതി. കൊറേ നാൾ ഞാൻ കളിച്ച ടീമല്ലേ, ഞാൻ അടിച്ച അവർക്ക് സങ്കടമായിപ്പോ. അത് കുഴപ്പമില്ല, ഗേക്കോട് അടിച്ചോളൂ. ഗേക്കോട് അടുത്ത കളി അടിച്ചോളൂ. അത് കുഴപ്പമില്ല, ആവശ്യത്തിന് ഞാൻ ടിപ്സ് എടുത്തിട്ടുണ്ട് അടിക്കണ്ടേ. നീ ബാറ്റ് ചെയ്യുന്നില്ലേ, ടിപ്സ് ഇനിയും വേണോ? ഞാനും ഇനി അടുത്ത കളി അടിച്ചോളും. കേറ്റ അടിപൊളി. ഞാനിപ്പം വരെ. ഓക്കെ 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 ഓക്കെ. സർവസക്ക ഇറങ്ങ ഇറങ്ങ ഇറങ്ങി വേഗം. സർവസക്ക സർവസക്ക നിങ്ങൾ ഇറങ്ങി വേഗം ഇറങ്ങി. എടാ ഞാൻ സബ്ബല്ലേ. സർഫ്രാസിക്ക, കാലം ഓരോ പോരാളിക്കും ജസ്റ്റിസ് തെളിയിക്കാനുള്ള ഒരു അവസരം തരൂ. നിങ്ങളുടെ അവസരമാണിത്. എന്നാ പിടി. കട്ടപ്പ ജഡേജ എന്നെ പിന്നെ നിന്ന് കുത്തി. ആദ്യത്തെ കളിയിൽ അടിച്ച എന്റെ പവർ പോയി പോലെ മോനെ. നോക്കൗട്ടത്തൊട്ട് അതിനൊന്നും നോക്ക്. നീ പണ്ടത്തെ ടീമിനോട് സിമ്പതി കാണിച്ചെന്ന് വിചാരിച്ചിട്ട് ജഡ്വലിനും അങ്ങനെ കളിച്ചാൽ മതിയായിരുന്നു. അൻപുടൻ മക്കളെ വണക്കം. തുകമോനെ ഒരു 6 അടിക്ക്. സർഫാസ് മോനെ നിങ്ങൾക്ക് കുറച്ചും കൂടി റണ്ണെടുത്തൂടെ ചേട്ടാ? ഇതിനെ കൊണ്ട് നമുക്കൊന്നും ആയിട്ടില്ല. ആ ഹെഡ്മേയർ മാമനെല്ലാം അവിടുന്ന് കരയുന്ന. പക്ഷെ നമുക്കെല്ലാം മോനെ തൃപ്തിയായി. ആരാടാ നമ്മള് ബാറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം പിച്ച് മാറ്റിയേ? ചെന്നൈക്കാരെ അറിയില്ല എനിക്ക്. ചെപ്പോക്കിലേക്ക് പാടാ നിങ്ങള്. ബാക്കിയുള്ള രണ്ടാളും ജയിക്കുകയും ചെയ്ത് നമ്മൾ തോക്കുകയും ചെയ്ത്. ഇനിയിപ്പോ നെയ്യാ വിസിലിന്റെ പോരാളികൾ തോറ്റുകൊണ്ടേ തുടങ്ങുമെന്ന് പറഞ്ഞാലോ? വേണ്ട 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 വേണ്ട. ബാക്കി എല്ലാരും IPL മറ്റേ ബാറ്റ്സ്മാൻമാരെ കളിയായി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മള് മനഃപൂർവ്വം എന്റർടൈൻമെന്റ് ആക്കിയതെന്ന് പറഞ്ഞാലോ? ഇപ്പൊ എന്റർടൈൻമെന്റ് പോയി, പോരാളികളായി. ഇതും പറഞ്ഞങ്ങ് പോയാ മതി. ഇനിയിപ്പം പിന്നെന്നാ പറയാ? തല കളിക്കാതോണ്ടാ ജയിക്കഴിഞ്ഞെന്ന് പറഞ്ഞാലോ? തലയില്ലാത്തൊരു ജയം നമുക്ക് വേണ്ടാന്ന് പറയാം. വിസിൽ പോട് വിസിൽ പോട് വിസിൽ പോട്. 201 റണ്ണ്. എത്ര? 201 റണ്ണ് 16 ഓവറിൽ ചേസ് ചെയ്തിട്ടാണ് ചിന്നസ്വാമിയിൽ RCB ജയിച്ചത്. അതിലൊന്നും ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ല. നമ്മൾ കുറച്ച് പ്രകൃതി സ്നേഹികൾ കുറച്ച് മരം നട്ടാല് നിങ്ങൾക്ക് നമ്മൾ ടെസ്റ്റ് ചെയ്യും. ഇത് പറയാൻ വേണ്ടി ജിയോ ഹോട്ട്സ്റ്റാറിന്റെ ഒക്കെ നമ്മൾ പോയി. അവർക്ക് 300 റൺ ആവുമെന്നുള്ള ആഡ് ഇടാനും പാൻ മസാലാന്റെ പരസ്യം ഇടാനും സമയമുണ്ട്. കുറച്ച് വെള്ളം കിട്ടാൻ വേണ്ടി കുറച്ച് ആൾക്കാരൊന്ന് കഷ്ടപ്പെടുന്നത് കാണിക്കാനുള്ള ഹൈലൈറ്റ്സ് ഇടാൻ സമയമില്ല. IPL ആരും റണ്ണേ എടുക്കണ്ടെന്ന് നമ്മൾ പറയുന്നില്ല. ഏറ്റവും കൂടുതൽ 6 അടിക്കുന്ന ആൾക്ക് കൊടുക്കുന്ന ക്യാഷ് പ്രൈസ് വേണ്ട, 6 അടിക്കുമ്പോൾ തുള്ളുന്ന ചിയർ ലീഡേഴ്സ് വേണ്ട, ഇമ്പാക്ട് റൂള് വേണ്ട, പവർ പ്ലേ വേണ്ട. ആ 15 വയസ്സുള്ള വൈഭവ് 15 ബോളിൽ നിന്ന് 50 എടുത്ത പോലെ എല്ലാ കളിയും കളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 15 കൊല്ലത്തിന് ശേഷം മരവും വെള്ളവും ഉണ്ടാവുക. IPL കപ്പ് ആഡംബരം, മരം നടൽ അത്യാവശ്യം.